മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന് വിട നൽകുകയാണ് കേരളം. സംസ്കാര ചടങ്ങുകൾ രാവിലെ 10 മണിക്കായിരിക്കും നടക്കുക. ചലച്ചിത്ര മേഖലയിലെ ഓരോരുത്തരും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്തുന്നുണ്ട്. കണ്ടനാട്ടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം നടക്കുക. അവസാനമായിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും അവിടേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. സ്നേഹമോൾ നൈനാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്നേഹ, 9 മണി കഴിഞ്ഞിരിക്കുന്നു. 10 മണിയോട് കൂടിയായിരിക്കും സംസ്കാരം നടക്കാൻ പോവുക. അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഒരു ഭാഗത്തായിട്ട് ഒരുങ്ങുന്നുണ്ട്. എന്താണ് അവിടുത്തെ വിവരങ്ങൾ? പറയൂ. പൂജാകൃത്യം 10 മണിയോട് കൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും പാലാഴിയിലേക്ക്, കണ്ടനാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നിരവധി പേരാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത്. അവസാനമായി ശ്രീനിവാസനെ, അവരുടെ ശ്രീനിയേട്ടനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എത്തുന്നത് നിരവധി ആളുകളാണ്. പാലാഴി നിറഞ്ഞ നിരവധി ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ പാലാഴിയിൽ തടിച്ച് കൂടിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവർക്കെല്ലാവർക്കും ആരാണ് ശ്രീനിവാസൻ എന്ന ഒരു ചോദ്യം ഇല്ല. ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ എല്ലാമാണ് എന്ന് തന്നെയാണ്. അതിന് വേറൊരു ഉത്തരമില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. നിരവധി ആളുകളാണ് രാവിലെ മുതൽ ഇവിടേക്ക് എത്തിയത്. സൂര്യ, ജഗദീഷ്, സംവിധായകൻ ഫാസിൽ അടക്കമുള്ള ആളുകൾ, അങ്ങനെ കലാ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച്, അതായത് നമ്മൾ ചില ആളുകളെ നിർവചിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് പ്രതിഭയല്ല പ്രതിഭാസം എന്നത്. ശ്രീനിവാസനെ കുറിച്ച് പറയണമെങ്കിൽ അതിന് അപ്പുറം ഒരു വാക്ക് നിർവചിക്കാനുണ്ടെങ്കിൽ അത് തന്നെയാണ് ശ്രീനിവാസൻ എന്നത്. അദ്ദേഹം മലയാള സിനിമയ്ക്ക് അത്രമേൽ സംഭാവന നൽകിയിട്ടുണ്ട്. നേരത്തെ ജഗദീഷ് പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയിൽ അത്രയും നാളും തുടർന്നു പോന്നിരുന്ന ഒരു ഹാസ്യം, ആ ഹാസ്യത്തിൻ്റെ തലം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് തന്നെയാണ്. അശ്ലീലമായ ഒരു പദപ്രയോഗം പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഹാസ്യത്തിലും കാണാൻ സാധിക്കുകയില്ലെന്നതല്ല. ഉള്ളിൽ നിന്നാണ് അദ്ദേഹം എഴുതുന്നത്. വളരെ ആലോചിച്ച് മാത്രമാണ് അദ്ദേഹം എഴുതുന്നതാണ്. അത്രമേൽ ആത്മാർത്ഥമായി അദ്ദേഹം സിനിമയെ കണ്ടിരുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിലും അദ്ദേഹം ഇനിയൊരു സിനിമ ചെയ്യണം എന്നൊരാഗ്രഹം പറഞ്ഞിരുന്നു. രോഗം ഭേദമായി വരുമ്പോൾ ഇനി നല്ലൊരു സിനിമ ചെയ്യണം, അത് സത്യനന്ദിക്കാടുമൊത്ത് ഒരു സിനിമ ചെയ്യണം എന്നൊരാഗ്രഹവും കൂടി അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മലയാളിയെ ഇത്രമാത്രം മനസ്സിലാക്കിയ ഒരാളില്ല എന്നത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സാധാരണക്കാരുടെ ഇടയിലേക്കാണ് സിനിമ ചെല്ലേണ്ടത് എന്നൊരു പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഓടരുതമ്മാവ, ആളറിയാം എന്ന പ്രിയദർശൻ ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി തിരക്കഥ എഴുതിയത്. അതിനുശേഷം അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, പ്രിയദർശന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് താൻ എന്നത്. രൂപേണയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. പക്ഷെ അങ്ങനെയല്ല, മലയാള സിനിമയ്ക്ക് പ്രിയദർശൻ നൽകിയ ഏറ്റവും വലിയ പൊൻതൂവൽ. തീർച്ചയായിട്ടും സ്നേഹ, അങ്ങനെ തന്നെയാണ്. 48 വർഷത്തെ സിനിമാ ജീവിതം. ഒരു സിനിമ നമ്മൾ കാണുന്നു, അത് ആസ്വദിക്കുന്നു, അതിനുശേഷം ആ സിനിമയെ മറവിയിലേക്ക് വിടുന്നത് പോലെ അല്ല ശ്രീനിവാസന്റെ ഓരോ സിനിമകൾ. 80ന്റെ അവസാനവും 90 കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന്റെ, ശ്രീനിവാസന്റെ സിനിമകളൊക്കെ അത്രത്തോളം പ്രസക്തമായി നിലനിൽക്കുന്നവയായിരുന്നു. അതിപ്പോഴും നമ്മൾ മനസ്സിൽ ഓർക്കുന്നുണ്ട്. നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സിനിമകളായിരുന്നു അവയോരോ.